മുഴുവൻ ആളുകളും വർഗീയവാദികളാണ് എന്ന രീതിയിലാണ്. അവിടെ ഒരു സംഘടനയുടെയും പേര് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നതാണല്ലോ, ന്യൂനപക്ഷങ്ങളെ രണ്ടായിട്ട് കാണുന്നു, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് കാണുന്നു. സർക്കാരിനെതിരെ അത്തരം ആരോപണം ഉന്നയിക്കാറുണ്ട്. ഈ സർക്കാർ തലത്തിലുള്ള സഹായങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും ഒക്കെ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം ആ ചർച്ചയിൽ സംസാരിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അവസാനം കൊണ്ടുവന്ന് എത്തിച്ചത് എവിടെയാണ്? പൂർണ്ണമായിട്ടും ഈ സമുദായത്തിലെ എല്ലാവരും വർഗീയവാദികളാണ് എന്ന രീതിയിലാണ്. അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യമല്ലേ? കലാപത്തിനുള്ള ആഹ്വാനമല്ലേ ശ്രീ കെന്നഡി കരിമ്പിങ്കാല? മനുഷ്യ, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഭാഗം കേട്ടപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ ഒരു ചെറിയൊരു വെർഷൻ ഞാൻ കേട്ടിരുന്നു. ഞാൻ അതിൽ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ ചോദിക്കുന്നത്, സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം ഹിന്ദു ദൈവങ്ങൾക്കെതിരെ വെറും ദുഷിച്ച വർത്താനം പറഞ്ഞു. ഈ നാട്ടിൽ ആരെങ്കിലും കേസെടുത്തോ? എന്താ കേസെടുക്കാത്തത്? ആരെങ്കിലും പരാതി കൊടുക്കുകയോ ഇത്തരം ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോയോ? എന്തിനാണ്? അവരുടെ ഒരു പുരോഹിതൻ, ഞാൻ പേര് പോലും പറയാൻ അറയ്ക്കുന്നു, ക്രിസ്തു പിഴച്ചു പെറ്റവനാണെന്ന് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കിടപ്പുണ്ട്. ക്രിസ്തു ഈശോ പിഴച്ചു പെറ്റവനാണ്. അതിൽ കൂടുതൽ ഇനി ഒരു ക്രിസ്ത്യാനിയെ കുത്തി കീറാൻ വല്ലതും ബാക്കിയുണ്ടോ? അതും ജോർജ് പറഞ്ഞതായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് മഞ്ജുഷ് തീരുമാനിക്കൂ. ആരെങ്കിലും അക്കാര്യത്തിൽ നിയമ പോരാട്ടത്തിന് പോയിരുന്നു? ഇവിടെ യൂത്ത് ലീഗിന്റെ അശ്രാന്ത പരിശ്രമമാണ് ഇക്കാര്യത്തിൽ നടന്നത്. ആരും കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല, സ്വമേധയെ ആരും പോയിരുന്നില്ല. അല്ല, നമ്മുടെ ബഹുമാനായ ശ്രീജിത്ത് മണിക്കര് തന്നെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വമേധയാ കോടതി കേസെടുക്കണമായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിനൊക്കെ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാമായിരുന്നു. അപ്പൊ കോടതികളും ഉറങ്ങുകയാണോ ഈ കാര്യത്തിൽ? ഇപ്പോൾ ഈ പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പരാമർശത്തിൽ ഇവിടുത്തെ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാമായിരുന്നല്ലോ. സ്വമേധയാ കോടതി കേസെടുക്കേണ്ടതായിരുന്നു എന്ന് നമ്മുടെ ബഹുമാനായ ശ്രീജിത്ത് പണിക്കരോട് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു അങ്ങനെയല്ല. സ്വമേധയാ കോടതി കേസെടുക്കുകയായി അങ്ങനെയല്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇവിടെ അല്ലല്ല, നോക്കൂ, ഇവിടെ കോടതി നേരിട്ട് കേസെടുക്കുകയായിരുന്നില്ല ഈ വിഷയത്തിൽ സംഭവിച്ചത്, മറിച്ച് യൂത്ത് ലീഗിന്റെ ഒരു പരാതിയുടെ പുറത്താണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കോടതി സ്വമേധയാ വിഷയത്തിൽ കേസെടുത്തു എന്നല്ല. അങ്ങനെയാണെങ്കിൽ കോടതിക്ക് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അല്ല, കേസെടുക്കാമായിരുന്നല്ലോ എന്ന് ഉദ്ദേശിച്ചു എന്നാണ് താങ്കൾ. സ്വമേധയാ കേസെടുക്കാമായിരുന്നുവല്ലോ, അപ്പോൾ കെന്നഡി പറഞ്ഞ കാര്യത്തിനും അങ്ങനെയാണല്ലോ എന്നാണ്. അല്ല മഞ്ജുഷേ, അല്ല, അത്രേ ഉള്ളൂ. അതായത് കോടതികൾക്ക് കേസെടുക്കാനുള്ള ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങളെ എല്ലാ ദിവസവും അതിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ജോലി മാത്രമേ കോടതികൾക്കുണ്ടാവൂ. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ചില സാഹചര്യങ്ങളിൽ അവർ കേസെടുക്കും. അല്ല, ഒരു മിനിറ്റ്, മഞ്ജുഷേ, ശ്രീജിത്ത് പറഞ്ഞതാണ് എൻ്റെ കൃത്യമായ പോയിന്റ്. അങ്ങനെ സുമോട്ടോ കേസെടുക്കുകയും കോടതി കേസെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി തന്നെ പ്രത്യേക കോടതി ഉണ്ടാക്കേണ്ടി വരും. കാരണം ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ദിവസവും നമ്മുടെ നാട്ടിൽ തൊഴിൽ. കാരണം ഇവിടെ പൊളിറ്റിക്സിനകത്ത് നമ്മൾ അങ്ങോട്ട് ഇതെല്ലാം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണല്ലോ, പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്തരം സംസാരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു BJPക്ക് ഒരു വേര് കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും പ്രധാന കാര്യം BJPയുടെ ഒരു പ്രാധാന്യമാണ്. BJP ഇവിടെ വളർന്നു വരുന്നു, പല മേഖലകളിൽ അവർ കടന്നു കയറുന്നു, അവരിവിടെ വളരാൻ ശ്രമിക്കുന്നു, അവർ ക്രിസ്ത്യൻ സമൂഹവുമായി കൈകോർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരെ കടത്താതിരിക്കാനും അതിന് തടയിടാനുമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ കൂടുതൽ പേർക്കും സത്യത്തിൽ ഈ മതങ്ങളോട് വിരോധമോ മതവിരോധമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കുറച്ച് മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ മുസ്ലിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സൊസൈറ്റിയിൽ നിന്ന് അകറ്റി നിർത്തണം, അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല. മലയാളികൾക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം വെറും രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ കേസെടുക്കാൻ തുടങ്ങിയാൽ കോടതികൾക്ക് അതിനെ നേരം കാണുകയുള്ളൂ. ഒരു സോമൂട്ട കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഇതായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ഇപ്പോൾ ഇവരിത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോളൂ, നാശത്തിൻ്റെ തുടക്കം. ഈ അശ്രാന്ത പരിശ്രമം സർവനാശത്തിൻ്റെ തുടക്കമാണ്. യൂത്ത് ലീഗ് എന്താ കരുതുന്നത്? നിങ്ങളുടെ പുരോഹിതന്മാർ വാതുറന്നാൽ വിവരക്കേടും അല്ലാതെ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ പുരോഹിതന്മാർ തുണിയില്ലാതോടും, നിങ്ങളുടെ പുരോഹിതർ തുണിയില്ലാതെ ഓടുന്ന കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇനി നിങ്ങൾ കണ്ടോ അവർക്ക് വരാൻ പോണ ഗതി? വാ തുറന്നാൽ അവരുടെ കാട്ടായം എന്തൊക്കെയാണെന്ന് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. മതത്തിന്റെ നിറം കൊടുക്കണ്ട. സ്വന്തം സമുദായത്തിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. സമുദായത്തിനെതിരെ ചെയ്യുന്ന മതത്തിന്റെ ലേബൽ കൊടുക്കണ്ട. അല്ല,
സ്വന്തം സമുദായത്തിനെതിരെ തന്നെ ഞാൻ പറഞ്ഞുതരാം, സ്വന്തം സമുദായത്തിനെതിരെ തന്നെ ചെയ്യുന്ന ചെയ്ത്ത് മതി പണി കിട്ടാൻ. അവർ സ്വന്തം സമുദായത്തിൽ തന്നെ പണി എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നന്നായിട്ട് അറിയാലോ. മറ്റുള്ളവരും ആ രീതി കോടതികളിൽ മുഴുവൻ നിങ്ങൾ വിചാരിച്ചാൽ ഈ കേരളത്തിന്റെ തെക്കുവട നിങ്ങൾ വിചാരിച്ചാൽ ന്യായീകരിക്കാൻ കഴിയുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടതിന് ശേഷം? ചെരുപ്പ് താഞ്ഞു പോകും. ജോർജിനെ ന്യായീകരിക്കാൻ എങ്ങനെ കെന്നഡിക്ക് ഇപ്പോഴും തോന്നുന്നു? നോക്ക് നമ്മളിവിടെ ഉണ്ടാവുമല്ലോ. വല്ലാത്തൊരു മനസ്സാക്ഷി എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും നിങ്ങൾക്ക്? ആ നിഷ ക്രിസ്ത്യാനിയല്ലേ? അല്ല, നിഷ ക്രിസ്ത്യാനിയല്ലേ? ആ നിഷയെ എന്തൊരു മോശമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ പറയുന്ന രീതിയാണ്. നിഷ മുസ്ലിമാണ്, നിഷ ഇസ്ലാമിക വിശ്വാസിയാണ്. ഇതൊന്നും പർവ്വതീകരിക്കേണ്ട വിഷയമല്ല. നിങ്ങൾക്കൊരു സ്ത്രീയെ, ഒരു കാരുണ്യ പ്രവർത്തകയെ മതം നോക്കി ലേബലിക്കുന്ന പണിയാണ് ഞങ്ങളുടെ പോരാട്ടം. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള പി.സി. ജോർജിനെ അതേ സമാനമായ കുറ്റകൃത്യത്തിലെ ആളുകളെ നിയമത്തിന്റെ മാർഗത്തിൽ കെന്നഡി നിർത്തു, കെന്നഡി ജോമൻ നിർത്തു. ഷാക്കിർ, ഇത് യൂത്ത് ലീഗ് നടത്തിയ പോരാട്ടം അത് തിരിച്ചടിക്കുമെന്ന രീതിയിലാണ്. അതിനുള്ള മറുപടി എല്ലാവരും സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. യൂത്ത് ലീഗ് നടത്തിയ ഈ പോരാട്ടം അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുമെന്നാണ് കെന്നഡി ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതിനൊരു മുന്നറിയിപ്പുണ്ട്. ശരി ഷാക്കിർ, അത് അല്ല അതായത് രാജ്യത്ത് ഒരു നിയമപരമായി നിയമവിരുദ്ധമായി ചെയ്തിട്ടുള്ളൊരു ഒരു വ്യക്തിയെക്കുറിച്ച് നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സ്വമേധയാ കേസെടുക്കാത്തത് കൊണ്ട് കോടതിയെ സമീപിച്ചത്, പോലീസിനെ സമീപിച്ചത് ഇവർക്ക് അസ്വസ്ഥതയാണ്. നമുക്ക് മനസ്സിലാത്തൊരു സംഗതിയാണ്. എന്നാൽ ഇവർ അതേസമയം നിഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ആ പേര് പറയേണ്ടി വരുന്ന നമുക്കും ഒരു സങ്കടമുണ്ട്. ഇപ്പം ഈ ജനുവരി 5-ന് ഈ പരാമർശം പി.സി. ജോർജ് നടത്തിയ ശേഷമാണ് അതിനേക്കാളും മോശമായ രീതിയിൽ ഒരു സഹോദരിയെക്കുറിച്ച് ക്രിസ്തുമതത്തെക്കുറിച്ച് വല്ലാണ്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ക്രിസ്തുമതത്തോട് ഈ ക്രിസംഖികളോട് മാത്രമേ സ്നേഹമുള്ളൂ? യഥാർത്ഥ ക്രിസ്തുമത വിശ്വാസികളോട് നിങ്ങൾക്ക് സ്നേഹമല്ലേ? ഈ കെന്നഡിയെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ബി.ജെ.പിക്ക് അനുകൂലമായി ക്രിസ്ത്യാനികളെ തിരിച്ചു കൊടുക്കാൻ ഈ യഥാർത്ഥ ക്രിസ്തുമത വിശ്വാസികളെ നിങ്ങൾ യാതൊരു നിലക്കും ഗൗരവിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്താണ് ആ വിഷയത്തിൽ പ്രതികരിക്കാത്തത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ശ്രീ കെന്നഡിയോട് വളരെ വിനീതമായി ചോദിക്കട്ടെ, ഈ നിഷയെ കുറിച്ച് ഇദ്ദേഹം നടത്തിയ പരാമർശത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതുപോലെ മഞ്ജുഷേ, അദ്ദേഹം ഒന്നുകൂടി കൂട്ടി പറയട്ടെ മഞ്ജുഷേ, ഒന്നും കൂടി അദ്ദേഹം കൂട്ടി ചേർത്ത് പറഞ്ഞോട്ടെ. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കോൺടെസ്റ്റ് പരിശോധിക്കണം. ആ കോൺടെസ്റ്റ് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഈ ചർച്ചയുടെ കോൺടെസ്റ്റ് ഏതാണെന്നറിയോ? പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ CPM-ന്റെ താനൂരിൽ നടന്ന സമ്മേളനത്തിലെ വിവാദ പരാമർശമാണ് അന്ന് ചാനലിലെ ചർച്ചയായിട്ടുള്ളത്. ആ ചർച്ചക്കിടെയാണ് ഒരു കാര്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ പി.സി. ജോർജ് ഇത്ര ഗുരുതരമായ അധിക്ഷേപം നടത്തിയിട്ടുള്ളത്. ആ സാഹചര്യം എന്താണ്? കെന്നഡി ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? സാഹചര്യത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കണ്ട. ഒരു സാഹചര്യവും അവിടെ അതിനനുകൂലമായിട്ടില്ല. അദ്ദേഹം ഗുരുതരമായി തെറ്റ് ചെയ്തത് അനാവശ്യമായി. പാലോളി മുഹമ്മദ് കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ തെറ്റായ ആരോപണത്തെ ന്യായീകരിച്ചുകൊണ്ട് പി.സി. ജോർജ് കരുതിക്കുട്ടി നടത്തിയിട്ടുള്ളതാണ്. അതിന് രാജ്യത്ത് എന്താണോ നിയമമുള്ളത് അത് നടപ്പിലാക്കണമെന്ന് യൂത്ത് ലീഗ് പറഞ്ഞിട്ടുള്ളൂ. അത് പി.സി. ജോർജിനെതിരെ മാത്രമല്ല, പിണറായി വിജയന്റെ പ്രീണന നയത്തിനെതിരെയും നടത്തുന്ന ആളുകൾക്കെതിരെയുമാണ്. അതൊരു പോളിസിയാണ് യൂത്ത് ലീഗിന്റെ. മഞ്ജുഷ, ഞാൻ വന്നിരുന്നപ്പം മുതൽ നിഷയുടെ പേരിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കാഞ്ഞിട്ടല്ല, ഞാനത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. കാരണം അത് ഇങ്ങനെ എടുത്തെടുത്ത് പറയും തോറും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വിഷയത്തിൽ ഏതൊരു വ്യക്തിക്കാണോ അല്ലെങ്കിൽ ഏതൊരു കുടുംബത്തിനാണോ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള ഈ പറയുന്ന ആളുടെ നല്ലതിന് വേണ്ടിയിട്ടൊന്നുമല്ല, അവരെ നിശ്ചയിച്ചിട്ടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല ഇയാൾ കിടന്ന് ഈ ഒച്ച ഉണ്ടാക്കുന്നത്. ആ സമൂഹത്തിൽ പറഞ്ഞ് ജോർജ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ കുത്തിക്കയറ്റാനാണ് നോക്കുന്നത്. അതിനകത്ത് തെറ്റാണ്. അല്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാനാണ്. ഇനി ആരും ആവർത്തിക്കരുത്. ഇനി ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. മാതൃകാപരമായി ശിക്ഷിക്കണം.
മിണ്ടാതിരിടോ. മാതൃകാപരമായി ശിക്ഷിക്കണം. കെന്നഡി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കെന്നഡി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മാതൃകാപരം വാവിളിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ അല്ല, ഞാൻ ഇയാളെ ചെലവിലല്ല, ഞാൻ ഇയാളെ ചെലവിൽ, ഇയാൾ ജൂനിയർ പി സി ജോർജ് ആണെന്നറിയാം. അതൊന്നും നടക്കുന്ന കേസല്ല. വേറെ ആരെടുത്ത് പോയിക്കോ. മിണ്ടായിരിക്കാൻ പറയാൻ മഞ്ജുഷേ. പേടിപ്പിക്കണ്ട, പേടിപ്പിക്കണ്ട. ബി ജെ പിയുടെ കൂടെ ഉണ്ട് എന്ന് കരുതി പേടിപ്പിക്കണ്ട. കുത്താൻ വേണ്ടി അല്ല, പേടിപ്പിക്കണ്ട.